ഹലോ ഹായ്, ഞാൻ ഷമീം. അപ്പോൾ വിഷുവൊക്കെ കഴിഞ്ഞ് വേറെ പുതിയൊരു എപ്പിസോഡായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇപ്രാവശ്യം വന്നത് നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അതും വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ്, ഒരു 3 ഇൻഗ്രീഡിയൻറ്റ് കൊണ്ട് നമുക്കൊരു ചിക്കൻ്റെ ഒരു കിടിലം ടൈറ്റ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ്. നല്ല റെസിപ്പിയാണ്, പക്ഷേ കുക്കിംഗ് മെത്തേഡ്സാണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ മെത്തേഡ്സ് കൊണ്ട് ഇതിനെ എങ്ങനെ ടേസ്റ്റി ആയിട്ട് കൊണ്ടുവരാമെന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു സാധനം ബോയിൽ ആവുന്നുണ്ട്. നമുക്ക് ബാക്കി ഇതാ ഞാനിവിടെ ഒരു അടുപ്പത്തി ഈ പാത്രം പലരും എന്നോട് ചോദിച്ചിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിയത് എന്നൊക്കെ. ഇതിൻ്റെ ബ്രാൻഡ് ഇതിന് ഇങ്ങനെ ലെതർ ഉണ്ട് കേട്ടോ, ഇങ്ങനെ 2 ലെതർ ഉണ്ട്. മേയർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ്. അപ്പോൾ അത് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലെതർ വരുന്നത്. ഇതിനൊരു അടപ്പും ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം. നമുക്കൊന്ന് തക്കാളി കട്ട് ചെയ്തിട്ട് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 5 തക്കാളി എടുത്തിട്ടുണ്ടേ. അപ്പോൾ ഓക്കെ, തക്കാളി നമുക്ക് ജാറിലിട്ടിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം. ഓക്കെ, നമ്മളെ കട്ടിങ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ബോർഡ് ഇതൊക്കെ മാറ്റി വെക്കട്ടെ. കാര്യമായി വലിയ കുക്കിംഗ് ഒന്നുമില്ല, നമുക്ക് സിമ്പിളാണ്. ഇനി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇതാ നമ്മൾ കടായി എടുത്തിട്ടുണ്ട്, നല്ല കടായി എടുക്കുക. കടായിലേക്ക് നമുക്ക് വെളിച്ചെണ്ണയാണ് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണ. നമ്മൾ 10 പീസ് കോഴിയാണ് മൊത്തം എടുത്തിരിക്കുന്നത്. പിന്നെയുള്ളത് കറിവേപ്പില. വെളിച്ചെണ്ണ ചൂടാവട്ടെ. അപ്പം വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്, മണം വരുന്നുണ്ട്. നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ കറിവേപ്പില ചൂടായി പൊട്ടി വന്നിട്ടുണ്ട്. അന്നേരം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ഇവിടെ അരച്ചു വെച്ച തക്കാളി അതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർത്തിട്ടില്ല, വെള്ളം ചേർക്കാതെയാണ്. ആദ്യം ആ ചെറിയ ജാറിലിട്ടിനി, അതിന് ശേഷം അതിൽ കൊള്ളൂല കണ്ടപ്പോൾ വലിയ ജാറിലേക്ക് മാറ്റിയാണ്. അപ്പോൾ തക്കാളി നന്നായി കുക്കായിട്ട് അതിൻ്റെ കളർ ഇങ്ങനെ മാറി വരുന്ന സമയത്ത് നമ്മൾ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർക്കുന്നുള്ളൂ. എൻ്റെ മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ പൊട്ടിയിട്ടുള്ള അറ്റത്ത് എങ്ങനെ പറഞ്ഞാൽ ഈ മാങ്ങ ഉണ്ടല്ലോ, മാങ്ങ പഴുത്തിനോന്നിങ്ങനെ പഴുത്തിനോന്നല്ല, നല്ല ഞാൻ പൊതുവെ സ്മെല്ല് ചെയ്തിട്ട് എടുക്കല്. സ്മെല്ല് ചെയ്ത് ആ സ്മെല്ലിൽ മനസ്സിലാവും ഇത് നല്ല മധുരമാണോ എന്നുള്ള. അങ്ങനെ ആ സ്മെല്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത സമയത്ത് അതിൻ്റെ ചെന തട്ടിപ്പോയതാണെന്ന് തോന്നുന്നു. ഇന്നലെ ഇങ്ങനെ പഴുത്തിട്ടുണ്ട് മൂക്കിൻ്റെ അറ്റത്ത്. അപ്പോൾ നിങ്ങളും ഇപ്പം മാങ്ങൻ്റെയും ചക്കൻ്റെയും സീസണല്ല, അതുകൊണ്ടല്ലേ ഈച്ച കണ്ടമാനം. അപ്പോൾ നിങ്ങളും മാങ്ങ സ്മെല്ല് ചെയ്യുമ്പോഴും നോക്കണം കേട്ടോ, ആയിപ്പോണ്ട. ഇനി അടുത്ത് ഞാൻ ഏകദേശം ഒരു 10 പീസോളം ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ നമ്മുടെ തക്കാളിയുടെ കളർ ചേഞ്ചസും അതൊക്കെ വന്നിട്ട് നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് നന്നായി മിക്സ് ചെയ്യാം. ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒരു സാധനം കൂടെ കയറിക്കാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറയാം. അപ്പോൾ ചിക്കൻ ഇതിലിങ്ങനെ കുക്കാകുന്നുണ്ട്. നിങ്ങളിങ്ങനെ വിചാരിക്കും ഇതെന്താ തക്കാളിയും ചിക്കനും മാത്രം, ഭയങ്കര കോമ്പിനേഷൻ സാധനമാണ്. ഇതിൽ മെയിൻ ഞാൻ ആ ഇൻഗ്രീഡിയൻ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളെപ്പോഴും എരിവ് പുളി ഈ 2 സാധനമാണല്ലോ കേരളക്കാരുടെ ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുന്ന സാധനം. അതിൽ എരിവ് കയറിയിട്ടുണ്ട്, എരിവല്ല പുളി കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തക്കാളി. പിന്നെയുള്ളത് എരിവിന് വേണ്ടിയിട്ടാണ് മുളക്. നമ്മളെ വറ്റൽ മുളക് വേവിച്ചിട്ടുണ്ട്, നന്നായി തിളപ്പിച്ച് വേവിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേവിച്ചത് ഏകദേശം നമ്മൾ 10 ചിക്കനല്ല എടുത്തത്, അപ്പോൾ 10 പീസോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി മിക്സിയിലടിക്കാം. ചൂടുണ്ട്, ചൂടൊന്ന് തണുത്തോട്ടെ. അപ്പോൾ അത് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു തക്കാളി കേട്ടോ, ഒരു തക്കാളി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ആ മുളകിൻ്റെ കൂടെ തന്നെ. അതിൻ്റെ ടെക്സ്ചർ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആ തക്കാളി ഇട്ടിട്ട് തന്നെ അടിക്കണേ. കണ്ടില്ലേ? ഇതിന് ഈ സാധനം നമുക്കിതിലേക്ക് ചേർക്കാം. എന്നുവെച്ചാൽ എരിവ് പുളി അത് രണ്ടും കൂടെ കൂടിയിട്ട് വരുന്ന ഒരു കോമ്പിനേഷൻ, നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഉപ്പ് കയറിയിട്ട് അതിനെ ബാലൻസ് ചെയ്യും. വെളിച്ചെണ്ണയും കറിവേപ്പിലയും നമുക്കതിനെ ഫ്ലേവർ തരും. നല്ല നല്ല ടൈറ്റാക്കി കൊണ്ടുവരണം കേട്ടോ. നമുക്ക് ഫ്ലെയിം ഓണാക്കാം, ഇത് മൂടി വെക്കാം, ഒന്ന് ടൈറ്റായി വരട്ടെ. ടൈറ്റായി വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം. നമ്മളിത് ഏകദേശം നല്ല കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ ഇട്ടത് 5 തക്കാളി പ്ലസ് 1 തക്കാളി അല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ 4 തക്കാളി പ്ലസ് 1 തക്കാളി വേണമെങ്കിൽ അങ്ങനെ ഇടാം. പക്ഷേ തക്കാളി
കൂടുതൽ വാട്ടറി ആവുന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ കുറച്ച് കുറക്കണം, പിന്നെ അതല്ലെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ തന്നെ പോവാം. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഫുള്ള് ടൈറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുക്കാം. വെളിച്ചെണ്ണ മെയിൻ ഹൈലൈറ്റ് ആണ്. വെളിച്ചെണ്ണ നന്നായി എന്താ പറയുക വേണം, ഫ്ലേവർ വേണം. അപ്പോൾ വെളിച്ചെണ്ണ നല്ല ചൂടായതിന് ശേഷം നമ്മൾ കറിവേപ്പില ഒന്ന് ഇട്ടാൽ എന്നിട്ട് ഇതിലേക്ക് നേരെ തന്നെ ഒഴിച്ചു കൊടുക്കും. ഇതാ കണ്ടില്ലേ, തിളച്ച് നല്ല ടൈറ്റായി വരുന്നുണ്ടോ, നല്ല വെന്തിട്ടുണ്ട്. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കിയെടുക്കണം. ഞാൻ 2 കറിവേപ്പില ഒന്ന് മാറ്റുന്നുണ്ട്, നമുക്ക് പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇതാ കണ്ടില്ലേ സാധനം സെറ്റ്. ഇതാക്കണ്ട, ഈ ടെക്സ്ചർ ഉണ്ട്, ഇങ്ങനെ ടൈറ്റായി വരണം, എന്നാലും ഈ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ തക്കാളി നിങ്ങളൊന്ന് കുറക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചോളൂ. സാധനം സെറ്റാ. ഇത് കുറച്ചും കൂടെ ഒന്ന് ടൈറ്റായാൽ സാധനം അടിപൊളി. അപ്പോൾ ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ തന്നെ വെക്കാം, ഒന്ന് ടൈറ്റായി വരട്ടെ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം കേട്ടോ. നമുക്ക് പ്ലേറ്റ് ചെയ്യാം. ഇതാണ് ഇവിടെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. യെസ്, ഇതാ നല്ല സെറ്റായി വന്നിട്ടുണ്ടേ. ഇതാ കണ്ടില്ലേ, ചപ്പാത്തിൻ്റെ കൂടി എല്ലാത്തിൻ്റെ കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്ര ടൈറ്റായി വരണം കേട്ടോ, എന്നാലേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് അഥവാ നിങ്ങൾ തക്കാളി അധികമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് മാറ്റിക്കോട്ടോ. എന്നാൽ ഇങ്ങനെ ടൈറ്റ് ആവണം, എന്നാലും ആ ഒരു ഫ്ലേവർ എന്താ പറഞ്ഞാൽ തക്കാളി കുക്കായിട്ട് ഇങ്ങനെ ചുരുങ്ങി വന്നാലേ നമുക്ക് ആ ഫ്ലേവർ വരുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്താ ഈ 3 ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് എന്ത് ഫ്ലേവറാണെന്ന് വിചാരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തക്കാളിയും ഈ എരിവും ആ വെളിച്ചെണ്ണയും ആ 3 കൂടി നല്ല ടൈറ്റിൽ വരുമ്പോൾ ഇതേപോലെ കിട്ടും. ഇതേ ടേസ്റ്റ്, അടിപൊളി ടേസ്റ്റാണ്, വിട്ടുപോണ്ട. തക്കാളിൻ്റെ ഫ്ലേവറൊക്കെ അങ്ങ് മാറി വേറെ ലെവലിലായിട്ടുണ്ടാവും. ഇതാ, അപ്പോൾ നമുക്കിതൊന്ന് പ്ലേറ്റ് ചെയ്യാം. ഞാൻ ഫയർ ഓഫ് ആക്കുന്നുണ്ടേ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഫോട്ടോ എടുത്തിട്ട് കഴിക്കുന്നിടത്ത് വെച്ച് കാണാം അല്ലേ. അപ്പോൾ നമ്മളെ ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാനിതൊന്ന് മാറ്റി വെക്കട്ടെ. ഇനി ഇതാ പൊറോട്ട കൊണ്ടുവന്നിട്ടുണ്ട്. പൊറോട്ടയും നമ്മുടെ ഈ ചിക്കനും ഒന്ന് കഴിക്കട്ടെ. നല്ല വെന്തിട്ടുണ്ട്, വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ്, നല്ല ടൈറ്റ് ഇതാക്കണ്ട. നല്ല ടൈറ്റാക്കി എടുക്കണം. വെളിച്ചെണ്ണയും ആ തക്കാളിയും ആ ഒരു വെന്ത മുളകും. ഇതിനെ കൊണ്ടും ഇങ്ങനെയും ആക്കാന്നുള്ളതാണ്. അടിപൊളി കേട്ടോ. നെയ്ച്ചോറിൻ്റെ കൂടിയും ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ കഴിക്കുമ്പോൾ മനസ്സിലായ ഇങ്ങനെ കൂട്ടിക്കുവച്ച് തിന്നാൽ ഇതാ കണ്ട ആ വെളിച്ചെണ്ണൻ്റെ ഫ്ലേവറും ആ തക്കാളി ഇങ്ങനെ ടൈറ്റായി വന്നിട്ട് ഇങ്ങനെ എന്താ തരി പോലെ ആയി അങ്ങനെ ആവണം. എന്നിട്ട് അതിൽ ആ വെന്ത മുളകിൻ്റെ ടേസ്റ്റും. എനിക്ക് നിർത്താൻ പറ്റുന്നില്ല, ഔട്ട്സ്റ്റാൻഡിങ്. വീട്ടിലെന്തായാലും നിങ്ങളെല്ലാവരും ആർക്കും എത്ര ആൾക്കും ആക്കാൻ പറ്റുന്ന സിമ്പിൾ റെസിപ്പി, വളരെ സിമ്പിൾ റെസിപ്പി, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. മൂന്ന് ഇൻഗ്രീഡിയൻസ് ഒന്നുകൂടെ പറയാണ്. അപ്പം ഞാനിരുന്ന് എല്ലാവരും പറയണം, ഞാൻ ചിലപ്പോൾ ഇത് ഒറ്റയ്ക്ക് ഫുള്ള് ഇത് തിന്നു. അപ്പോൾ അവർ നിങ്ങൾ കാത്തിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ടാറ്റ ബൈ. വരുന്ന റെസിപ്പികളൊക്കെ കിടില റെസിപ്പീസാണ്. കുറേ കേക്കിൻ്റെ ഉണ്ട്, ലാവ കേക്ക് ഉണ്ട്, അതുപോലെ തന്നെ മട്ടൻ്റെ ഉണ്ട്, ഒരുപാട് റെസിപ്പീസ് വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്.